ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ശ്രീകല. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ന് കേട്ടിട്ട് ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്ന ചോദ്യം അടുത്ത പരീക്ഷ എപ്പോഴാണ് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഇപ്പം സർവീസിൽ ഇരിക്കുന്നവരുടെ പരീക്ഷ അടുത്ത ആഴ്ചയിൽ നടക്കുന്നത് കൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യം എന്നായിരിക്കും എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന കേറ്ററ്റ് പരീക്ഷ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ഡേറ്റ്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസംബർ 3-4 തീയതികളിലായിട്ടാണ് പരീക്ഷ നടന്നത് അല്ലേ. ഫെബ്രുവരി 1 റിസൾട്ട് വരികയും മാർച്ചിൽ അടുത്ത നോട്ടിഫിക്കേഷൻ വരികയും മെയ് 31 എക്സാം നടത്തുകയും ചെയ്തു. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ എക്സാം എന്ന് പറയുന്നത് മെയ് 30-31 തീയതികളിലായിട്ട് നടന്ന എക്സാമാണ്. ശരിക്കും അത് മെയ് 15-16 തീയതികളിലേക്ക് വെച്ചത് പോസ്റ്റ്പോൺ ചെയ്താണ് 30-31 തീയതികളിലേക്ക് മാറ്റിയത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നത് ഓഗസ്റ്റ് 1 തീയതിയാണ്. പെട്ടെന്ന് തന്നെ സർവീസ് ഇരിക്കുന്നവർക്ക് വേണ്ടി മാത്രമായിട്ടൊരു കേറ്ററ്റ് നോട്ടിഫിക്കേഷൻ വരികയും ഡേറ്റ് അനൗൺസ് ചെയ്യും. ഇപ്പോൾ എക്സാം നടക്കാനും പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് തീർച്ചയായിട്ടും ഓഗസ്റ്റ് 1 റിസൾട്ട് വന്ന സ്ഥിതിക്ക് നമുക്ക് സെപ്റ്റംബർ എൻഡോട് കൂടിയെങ്കിലും നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? നമ്മളുടെ മെയിൻ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ കേറ്ററ്റിൻ്റേത് പ്രതീക്ഷിക്കാം. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം LPSC UPSC വിളിച്ചപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേർക്ക് പരീക്ഷ എഴുതാൻ സാധിച്ചില്ല. കാരണം അപ്പോൾ നടന്നിരുന്ന കേറ്ററ്റ് പരീക്ഷയിലെ റിസൾട്ട് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഡേറ്റ് LPUPയുടെ എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ പോയിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. അപ്പോൾ അത്യാവശ്യം ഇഷ്യൂസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും PSC ആണെങ്കിലും പരീക്ഷാഭവനാണെങ്കിലും മാക്സിമം കുട്ടികളെ LPSC UPSC എഴുതാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക തന്നെയാണ് ചെയ്യുക അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത LPUPക്ക് മുമ്പായിട്ട് ഒരു കേറ്ററ്റും കൂടി എന്നുള്ള മട്ടിൽ തന്നെയായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? അടുത്ത നോട്ടിഫിക്കേഷനും എക്സാം ഡേറ്റും പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതുവരെ കഴിഞ്ഞ എക്സാമിൻ്റെ ഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ തന്നെ ഓൺ ആൻ ആവറേജ് നമുക്ക് തീരുമാനിക്കാൻ പറ്റും നവംബർ മിഡോട് കൂടി അല്ലെങ്കിൽ നവംബർ മിഡിന് ശേഷം എക്സാം നടക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നമ്മളുടെ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ എത്ര ദിവസം നമ്മളുടെ കയ്യിലുണ്ട് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അതായത് ഇപ്പം നവംബർ മിഡോട് കൂടി പരീക്ഷ എന്ന് പറയുമ്പോൾ മാക്സിമം നമുക്ക് എത്ര ദിവസം കൂട്ടാൻ പറ്റും? ഒരു 45 അല്ലെങ്കിൽ ഒരു 50 to 60 ഡേയ്സ്. 60 ഡേയ്സ് ഉണ്ടാവില്ല അല്ലേ. ഒരു 45 to 50 ഡേയ്സ് ആണ് നമുക്ക് ഉറപ്പായിട്ടും നമ്മുടെ കയ്യിൽ ഉണ്ടാകും എന്ന് പറയാൻ പറ്റുന്ന ദിവസം. 45 to 50 ഡേയ്സ്. അപ്പോൾ ഈ ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു തീർക്കണം. സാധാരണഗതിയിൽ കുട്ടികൾ എല്ലാവരും ചെയ്യുന്ന ഒരു അബദ്ധം എന്താണ്? നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാം എന്നൊരു രീതിയിൽ കുട്ടികൾ ഇരിക്കാറുണ്ട്. പക്ഷെ അപ്പോൾ എന്ത് പറ്റും? പെട്ടെന്നായിരിക്കും ഒരു പക്ഷേ എക്സാം വരുന്നത് അല്ലെങ്കിൽ ഡേറ്റ്സ് വരുന്നത്, പഠിക്കാനുള്ള സമയം ഇല്ലാണ്ടാവും. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഉദ്യോഗാർത്ഥികൾ പെട്ടുപോകാറുണ്ട്. അപ്പോൾ അതിലേക്കൊന്നും പോകാതെ നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ പഠിച്ചു തുടങ്ങാം. ഇപ്പോൾ കേറ്ററ്റ് പോലൊരു പരീക്ഷയ്ക്ക് നേരത്തെ പഠിച്ചു തുടങ്ങണോ എന്നൊരു ചോദ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയൊരു ഉത്തരം എന്ന് പറയുന്നത് അതിൻ്റെ വിജയശതമാനം തന്നെയാണ്. കേറ്ററ്റിൻ്റെ വിജയശതമാനം എന്ന് പറയുന്നത് ഇന്നേ വരെ ഒരു 25-30 ഇടയ്ക്ക് മാക്സിമം പോവുകയാണെന്നുണ്ടെങ്കിൽ 17 വരെ പോയ സംഭവമുണ്ട്, അതിനേക്കാളും താഴെ പോയ സംഭവമുണ്ട്. എന്നാൽ പോലും മാക്സിമം നോക്കുകയാണെങ്കിൽ 27-28% ആണ് അതിൻ്റെ ടോട്ടൽ വിജയശതമാനം വന്നിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ നമുക്ക് ഏറ്റവും വലിയൊരു തെളിവാണ്. എന്ത്? കേറ്ററ്റ് പരീക്ഷ നിസ്സാരമായി കാണരുത്. നെഗറ്റീവ് മാർക്ക് ഇല്ലെങ്കിൽ പോലും അവിടെ ഉദ്യോഗാർത്ഥികൾ ഫേസ് ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. എന്തൊക്കെയാണത്? ടൈം മാനേജ്മെൻറ്റ്, പിന്നെ ആ ഒരു എന്താ പറയുക ടോപ്പിക്സ് 5 ടോപ്പിക് K1 ആണെങ്കിൽ 5 ടോപ്പിക് കവർ ചെയ്യാൻ 5 സബ്ജക്ട്സ് കവർ ചെയ്യാനുള്ളൊരു ടൈം, കൃത്യമായ പഠന സ്ട്രാറ്റജി ഇല്ലാതിരിക്കുക. ഇതൊക്കെയാണ് അവിടെ ഉദ്യോഗാർത്ഥികൾ കൃത്യമായിട്ട് എപ്പോഴും ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ്. അപ്പോൾ ആ ഇഷ്യൂസിനെയൊക്കെ മറികടന്ന് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? കേറ്ററ്റ് ക്ലിയർ ചെയ്യാനായിട്ട്. അതിന് ആദ്യം വേണ്ടത് കൃത്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളൊരു സമയവും ആ പഠിക്കാനൊരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു പ്ലാനുമാണ് നമുക്കവിടെ വേണ്ടത് അല്ലേ. അപ്പോൾ അതിനുള്ള സമയം ഇപ്പോൾ നിങ്ങളുടെ അടുത്തുണ്ട്. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പ്രാവശ്യത്തെ അത്രയും പോലും ദിവസം ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണ്? LPUP മെഗാ നോട്ടിഫിക്കേഷൻ മുന്നിലുള്ളത് കൊണ്ട് തന്നെ വളരെ കുറച്ച് ദിവസങ്ങളായിരിക്കും എവിടെ ഉണ്ടാവുക? ഈ ഒരു കേറ്ററ്റ് പരീക്ഷയ്ക്ക് നമുക്ക് ഒരുപക്ഷെ പഠിക്കാനുണ്ടാവുക. അപ്പോൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങൂ എന്നുള്ളത് ആവർത്തിച്ച് കുട്ടികളോട് പറയാറുണ്ട്. എപ്പോഴും കഴിഞ്ഞ LPUPയിൽ ഞങ്ങൾ കുട്ടികളോട് എപ്പോഴും പറയുമായിരുന്നു കേറ്ററ്റ് ക്ലിയർ ചെയ്യൂ അല്ലെങ്കിൽ LPUP എഴുതാൻ പറ്റില്ല. അപ്പോഴൊക്കെ ഒരുപാട് വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും അതിപ്പോൾ സത്യമായ അവസ്ഥയായിരുന്നു. അതുപോലെ ഇപ്രാവശ്യം ഇത്രയും ഞങ്ങൾ കുറച്ച് നാളുകളായിട്ട് ഈ ഒരു ഫീൽഡിലുള്ളവരായതുകൊണ്ട് തന്നെ പറയുകയാണ്, ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക എന്നുള്ളത് തന്നെയാണ്. അതിനകത്ത് വേറെ ഒരു വഴി നമ്മുടെ അടുത്തില്ല. പഠിച്ച് തുടങ്ങുക. ഇപ്പോൾ ഏജ് ഗ്യാപ്പ് കഴിഞ്ഞവരായിരിക്കാം, ഒരുപാട് തരത്തിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വിജയശതമാനം കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു സപ്പോർട്ട് സിസ്റ്റം വേണമെങ്കിൽ തീർച്ചയായിട്ടും അത് ഓപ്റ്റ് ചെയ്ത് തന്നെ പഠിക്കുക. കാരണം ഓരോ പ്രാവശ്യം ട്രയൽ ആൻഡ് എറർ എന്ന മെത്തേഡിൽ പോകാൻ പറ്റുന്ന ഒരു എക്സാം അല്ല കേറ്ററ്റ് എന്ന് പറയുന്നത്. നന്നായിട്ട് പഠിച്ച് എഴുതേണ്ട പരീക്ഷ തന്നെയാണ്. പിന്നെ അത് എത്ര നന്നായി പഠിക്കുന്നോ അത്രയും നമുക്ക് നമ്മുടെ ടീച്ചിങ് എക്സാംസ് അല്ലെങ്കിൽ LPUP പോലുള്ള എക്സാംസിന് ഹെൽപ്ഫുൾ ആയിരിക്കും.
ഇപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിനെ സംബന്ധിച്ചിടത്തോളം 2016 മുതൽ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികളെ കേറ്റിട്ട് പാസ്സാക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അത് വെറുതെ അല്ല, കൃത്യമായിട്ടുള്ള പഠന സ്ട്രാറ്റജീസ്, ലൈവ് സെഷൻസ്, മോക്ക് എക്സാംസ്, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ കുട്ടികളിലേക്ക് കൃത്യമായിട്ട് എത്തിക്കാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെയാണ് ആ ഒരു വിജയ ശതമാനം ഞങ്ങൾക്ക് എപ്പോഴും നിലനിർത്താൻ സാധിക്കുന്നത്. അപ്പോൾ ലൈവ് ഷെഡ്യൂൾസ് മാത്രമല്ല, റെക്കോർഡഡ് ക്ലാസ്സസ് നമുക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ക്ലാസ് മനസ്സിലായില്ല എങ്കിൽ എത്ര വട്ടം വേണമെങ്കിലും നമുക്ക് കയറി കാണാവുന്നതാണ്. നോട്ട് എഴുതാനുള്ള സൗകര്യമുണ്ട്, നോട്ടുകൾ അവൈലബിൾ ആണ്. ഇങ്ങനെ എന്ത് വേണോ അതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ ഇരുന്ന് പഠിക്കാനുള്ള രീതിയിലുള്ള ഫുൾ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ മിനിമം വളരെ കുറച്ച് ദിവസമേ നമ്മുടെ കയ്യിലുള്ളൂ എന്നൊരു ബോധത്തോടു കൂടി നമ്മൾ എല്ലാവരും എന്ത് ചെയ്യുക, പഠിക്കുക കേട്ടോ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ CC തരംഗ് എന്നൊരു പ്രോഗ്രാം LP UP കേറ്ററ്റ് ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ള ഫ്രീ ക്ലാസ്സുമായിട്ട് ഞങ്ങൾ കോഴിക്കോട് ജില്ലയിലേക്ക് ഈ വരുന്ന 16-ാം തീയതി എത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങോട്ട് വരിക. നിങ്ങളുടെ ഏത് സംശയങ്ങളും നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ വരുന്ന 6-ാം തീയതി, സെപ്റ്റംബർ 6-ാം തീയതി എല്ലാ കേരള ഉദ്യോഗാർത്ഥികൾക്കും അവരവരുടെ പഠനം സ്റ്റാർട്ട് ചെയ്യാവുന്ന രീതിയിൽ ഒരു മെഗാ മാരത്തോൺ സെഷനുമായിട്ട് ഞങ്ങൾ യൂട്യൂബ് ചാനലുണ്ട്. പ്രധാനമായിട്ടും സർവീസിലിരിക്കുന്നവർക്ക് ഇപ്രാവശ്യം ആദ്യത്തെ അല്ലെങ്കിൽ ലാസ്റ്റ് ചാൻസ് ആണ് അല്ലേ. അപ്പോൾ അവർക്ക് ഹെൽപ്ഫുൾ ആകുന്ന രീതിയിൽ അവരുടെ ഫൈനൽ റിവിഷൻ എന്ന രീതിയിലുള്ള ഒരു ഫൈനൽ ടച്ച് പ്രോഗ്രാമുമായിട്ടാണ് ഞങ്ങൾ വരുന്നത്. അത് എല്ലാ ഉദ്യോഗാർത്ഥികളും കാണുക. നിങ്ങളുടെ പഠനം കറക്റ്റ് ട്രാക്കിലേക്ക് തന്നെ നിങ്ങൾ തിരിച്ചുവിടുക. ഓക്കെ, അപ്പോൾ പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചുറ്റിനുമുണ്ട്. പഠിക്കാനുള്ളൊരു മനസ്സ് മാത്രം മതി നമുക്ക് അല്ലേ, ഒന്നും മെനക്കെടാനുള്ളൊരു മനസ്സ്. ആ ഒരു മനസ്സുണ്ട് എങ്കിൽ ഒരുപാട് അവസരങ്ങളിലേക്കുള്ള ആദ്യ പടിയാണ് നമ്മളുടെ ഈ ഒരു കേറ്ററ്റ് പരീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു തുടങ്ങാം. വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു സോ മച്ച്.